രാജ്യാന്തര വാർത്തകളുടെ സമയമാണ്. ജെയിംസ് സാറിന്റെ സമയമാണ്. ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഈ ചൈനയുടെ സമ്മർദ്ദം ഹാഷ്മി ആ ഓക്കെ പറയാൻ പോയി സാറേ, അതായത് ഈ ചൈനയുടെ സമ്മർദ്ദം തായ്വാൻ പ്രസിഡന്റ് യാത്രയ്ക്കുള്ള വ്യോമപാത വിലക്കിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ ആകെ മൊത്തം പ്രശ്നമാണ്. ഒരു കാര്യം ഹാഷ്മി, വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വരികയാണ്. കാരണം തായ്വാനെ പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം വർഷങ്ങളായി ചൈന മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് ട്രംപ് ആദ്യ തവണ പ്രസിഡന്റായ സമയത്ത് 2018 മുതൽ വ്യാപാര യുദ്ധം വന്നത് മുതൽ തായ്വാനിലെ അമേരിക്കൻ കപ്പലുകൾ വന്ന് നങ്കൂരമിട്ട് കിടന്നത് വരെ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടാക്കിയാണ്. തായ്വാൻ കടലിടുക്കിൻ്റെ അവിടെയായി ചൈനയുടെയും അമേരിക്കയുടെയും തായ്വാന്റെയും കപ്പലുകൾ വരികയും ജപ്പാനും യുദ്ധഭീഷണി മുഴക്കുകയും ചൈനയ്ക്കെതിരെ ഈ രീതിയിൽ വലിയ രീതിയിൽ ഉരുണ്ടുകൂടിയതാണ്. 2027ഓടെ തായ്വാനെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ അവരെ പിടിച്ചെടുക്കാനുള്ള, തായ്വാനെ ചൈനയുടെ ഭാഗമാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. തായ്വാന്റെ പ്രസിഡന്റ് ആഫ്രിക്കൻ രാജ്യത്തേക്ക് നടത്താനിരുന്ന യാത്ര അത് 3 രാജ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടത് മഡഗാസ്കർ അടക്കം മൗറീഷ്യസ്, അതുപോലെ തന്നെ സീഷെയിൽസ്, അതുപോലെ ഈ 3 ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ കടന്നു പോകണം. ആ 3 രാജ്യങ്ങളും വ്യോമപാത വിലക്കി. അതിന് കാരണമായിട്ട് പറയുന്നത് ഇവരൊക്കെ ചൈനയുമായിട്ട് വലിയ രീതിയിലുള്ള ട്രേഡുണ്ട്. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ വ്യാപാരമുള്ളത് ചൈനയ്ക്കാണ്. ചൈന അവിടെയൊക്കെ കടന്നു കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങളോടും സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി ഈ തായ്വാന്റെ പ്രസിഡന്റ് കടന്നു പോകുന്നത് തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതോടെ ചൈനയ്ക്കെതിരെ തായ്വാൻ രംഗത്ത് വന്നിരിക്കുന്നു, അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നു. അമേരിക്ക പറയുന്നത് ഇത് വ്യോമപാതയുടെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ദുരുപയോഗമാണെന്നാണ്. അമേരിക്ക എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ എങ്ങനെ അമേരിക്കയ്ക്ക് ചൈനയോട് പറയാൻ പറ്റുമെന്നുള്ള ചോദ്യമുണ്ട്. അമേരിക്ക ഇറാനിൽ അതുപോലെ തന്നെ വെനിൻസ്വേലയിലൊക്കെ കയറി നടത്തുന്ന ആക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ചൈന കൂടി ഇതൊരു സുവർണാവസരമായി കാണുകയാണ്. എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ചൈന പറയുന്നത് തായ്വാൻ ചൈനയുടെ ഭാഗമാണ്. വൺ ചൈന പ്രിൻസിപ്പിൾ അനുസരിച്ച് അത് UN തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് തായ്വാൻ ചൈനയുടെ ഭാഗം. പക്ഷെ ചൈനക്കെതിരെ തായ്വാൻ പറയുന്നത് ചൈന രൂപം കൊണ്ടത് മുതൽ ഒരിക്കലും തായ്വാൻ ചൈനയുടെ ഭാഗമായിരുന്നിട്ടില്ല. രണ്ട് സംസ്കാരങ്ങളും 2 ജനതയുമാണ്. അത് ഏതാണ്ട് ഒരു കടലിടുക്ക് മാത്രമാണ് വ്യത്യാസമുള്ളത്. ഏത് നിമിഷവും ചൈനീസ് ആർമി വന്ന് പിടിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അമേരിക്കയും ജപ്പാനും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ചൈന ഇറങ്ങിയാൽ ജപ്പാനും അമേരിക്കയും യുദ്ധത്തിന് ഇറങ്ങുമെന്നുള്ള ഭീഷണിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഈ തായ്വാൻ പ്രസിഡന്റിൻ്റെ ലായ് ചിങ്ങിൻ്റെ ഈ യാത്ര തടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലായ് ചിങ് വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തായ്വാൻ പ്രശ്നം ഇറാൻ പ്രശ്നത്തിന് പിറകെ വലിയ രീതിയിലേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർന്നു വരികയാണ്. ഹാഷ്മി, അസിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.